ഹായ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പം ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ സെബി പറയുന്നത് 93% ആൾക്കാരും പരാജയം ആണ്, F&O ചെയ്യുന്നവർ പരാജയമാണ്, കാശ് കണ്ടമാനം പോകുന്നു എന്നാണ് സെബി പറയുന്നത്. അപ്പം അതിനകത്ത് ഉൾപ്പെടുന്ന ഓരോരുത്തരുമാണ് എന്നെ കേൾക്കുന്ന നിങ്ങളും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അതിൽ വളരെ ചെറിയ തുലവും വളരെ ചെറിയ ആൾക്കാർ മാത്രമായിരിക്കും പ്രോഫിറ്റ് എടുക്കുന്നത്. എനിവേ, നമുക്ക് സെബി പറയുന്നതിലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാറ്റം എവിടെ നിന്ന് തുടങ്ങണം? നമ്മളിൽ നിന്ന് തുടങ്ങണം, ഇല്ലേ? അങ്ങനെ രക്ഷപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാതെ രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റത്തില്ല. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഓക്കെ, ഓപ്ഷൻ ട്രേഡേഴ്സ് പാലിക്കേണ്ട മര്യാദകൾ, അതായിരുന്നു എൻ്റെ ക്യാപ്ഷൻ. എന്നെ ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ അത് പോയി കാണണം. എന്നിട്ട് മാത്രമേ ഇത് കണ്ടേച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് യാതൊരു പ്രയോജനമില്ല. കാരണം നിങ്ങൾക്കങ്ങനെ ഓപ്ഷൻ ബൈങ്ങിൽ രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഓപ്ഷൻ ബൈങ്ങിൽ എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ ട്രേഡ് വിജയിപ്പിക്കാം എന്ന്, അതിനെന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ അതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് ഇപ്പോൾ കേൾക്കുന്നതിന് മുന്നേ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ചെയ്ത ആ വീഡിയോ ഉണ്ട്, നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ. ആ വീഡിയോ നിങ്ങൾ ആദ്യം കാണണം. അത് കണ്ടിട്ട് മാത്രം ഇത് കണ്ടെച്ചാൽ മതി, അല്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. അപ്പോൾ അത് ഞാൻ ഈ ഐ ബട്ടണിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ അത് ആദ്യം ഫസ്റ്റ് കാണുക, എന്നിട്ട് മാത്രം നിങ്ങളിത് കണ്ടാൽ മതി, അല്ലെങ്കിൽ കണ്ടിട്ട് യാതൊരു പ്രയോജനമില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ്, മര്യാദകളെല്ലാം നമ്മൾ പഠിച്ചു, ഇല്ലേ? നമ്മൾ പഠിക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു, ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കാം. അപ്പോൾ ഇനി പാലിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? ട്രേഡ് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഈ മര്യാദകളെല്ലാം നമ്മൾ പാലിച്ചാൽ ട്രേഡ് വിജയിക്കണം നിർബന്ധമില്ലല്ലോ. അങ്ങനെ ട്രേഡ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യണം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ പറയുന്നതിന് മുന്നേ എന്നെ കാണുന്നവർ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. കാരണം ഇത് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തത്തുള്ളൂ. യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എന്നെ നേരത്തെ ഫോളോ ചെയ്യുന്നവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങളുടെ അനുഭവം അല്ല എൻ്റെ ഈ വീഡിയോ കൊണ്ട്, ഞാൻ ഈ ദിവസവും ചെയ്യുന്ന വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അങ്ങനെ ഈ കമൻറ്റും ലൈക്കൊക്കെ വരുമ്പോൾ ഇത് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാരിലേക്ക് കൂടുതൽ എത്താനുള്ള വഴി ഒരുങ്ങും. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഞാൻ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് അത് വൈറലാകുമെന്ന്. ഓക്കെ, അത് വളരെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തന്നെ അത് വൈറലായി. ഒത്തിരി പേര് വിളിച്ചു, ഒത്തിരി പേര് മെസ്സേജ് അയച്ചു, ഒത്തിരി പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാത്തിനും നന്ദി. അപ്പം അതുപോലെ തന്നെ വളരെ അത്രയ്ക്കും തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇത് അതുപോലെ തന്നെ വൈറലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാൻ വ്യാഴാഴ്ചത്തെ മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാനം ഞാനത് പിൻ ചെയ്തേക്കാം. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവസാനം അത് കാണണം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കാനുള്ളൊരു പാഠമാണ് ഞാൻ ആ പോസ്റ്റ് മാർക്കറ്റിൽ പറഞ്ഞു വെച്ചത്. അതായത് വ്യാഴാഴ്ച എക്സ്പയറിയുടെ അന്ന്, ഓക്കെ, മാർക്കറ്റ് വീഴും എന്ന് പറഞ്ഞ് എല്ലാവരും 26,000 മാർക്കറ്റ് വീഴുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു. പക്ഷേ മാർക്കറ്റ് വീഴാതെ മേലോട്ട് പോയി. എന്തുകൊണ്ടാണ് മാർക്കറ്റ് വീഴാതെ പോയത്, അവിടെ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പോസ്റ്റ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ മൈൻഡ് സെറ്റിന് അതിലെ നിങ്ങളുടെ കുറേ മിഥ്യാധാരണകൾ നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുകൊണ്ട് അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്ക് വളരെ അക്ഷം വരാമെന്നറിയാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റും? സെബി നമ്മളെ എഴുതിത്തള്ളി, ഇല്ലേ? റീറ്റെയിലേഴ്സായ നമ്മളെ സെബി എഴുതിത്തള്ളി. F&Oയിൽ നിങ്ങൾ പരാജയമാണ്, നിങ്ങളുടെ കാശ് മുഴുവൻ പോവുകയാണ്, നിങ്ങൾ രക്ഷപ്പെടില്ല, നിങ്ങളുടെ കാശ് മുഴുവൻ വെള്ളത്തിൽ പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? അതിനുള്ള ചില മാർഗങ്ങളുണ്ട്. ഞാനത് തെളിയിച്ചു. അത് ഞങ്ങളിപ്പോൾ ചെറിയൊരു ഗ്രൂപ്പുണ്ട് എനിക്ക്. ആ ഗ്രൂപ്പിനകത്തിൽ ഞങ്ങളത് ഫോളോ ചെയ്ത് വിജയിച്ച് സാക്ഷികളുണ്ട്. അതിൽ കൂടുതൽ വേണ്ടായല്ലോ.
വിജയിച്ചവരുടെ അനുഭവമാണല്ലോ ഏറ്റവും വലുത്. നമ്മുടെ ജീവിതത്തിൽ എന്തുവാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു, ഇല്ലേ? അതിനെ വെല്ലാൻ വേറെ ഒരു സംഭവമില്ല. അപ്പോൾ അതുകൊണ്ട് സാക്ഷികളുമുണ്ട്, വിജയിച്ചവർ ചൂണ്ടിക്കാണിക്കാനും ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർ പിന്തുടർന്ന മാതൃക അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്. നിങ്ങളും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ഓപ്ഷൻ ബയറാണ്. നമ്മുടെ കയ്യിൽ അധികം പൈസയൊന്നുമില്ല. കൂടി കഴിഞ്ഞാൽ 5000 മുതൽ 10000 മുതൽ 25000 മുതൽ 50000 മാക്സിമം 1,00,000 രൂപ. ഇത് വെച്ചാണ് നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത്, ഇല്ലേ? നിങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ നോക്കി കഴിഞ്ഞാൽ നഷ്ടത്തിൻ്റെ പട്ടിക മാത്രമേ പറയാനുള്ളൂ. എല്ലാ മാസവും നിങ്ങളുടെ പോർട്ട്ഫോളിയോ എടുത്ത് കഴിഞ്ഞാൽ ചുവപ്പ് മാത്രമേ കാണാനുള്ളൂ, റെഡ് മാത്രമായിരിക്കും, ഇല്ലേ? വല്ലപ്പോഴും എങ്ങാനും മാസത്തിൻ്റെ ഇടയ്ക്ക് എങ്ങാനും 1, 2, 3, 5, 6, 10 ദിവസം പച്ച കണ്ടെന്നിരിക്കാം ദിവസങ്ങളിൽ. പക്ഷേ മാസത്തിന് അവസാനം നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ അത് ചുവപ്പ് തന്നെ ആയിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരിക്കൽ പോലും കഴിഞ്ഞ മാസങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ, വല്ലപ്പോഴും കാണാൻ ഒരു മാസം ചെറിയ ഒരു പച്ച കണ്ടെങ്കിലായി. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് ഭീകര സംഖ്യ ചുവപ്പിലേക്ക് തന്നെയാണ്. ശരിയല്ലേ? അപ്പം ഇത് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഓക്കെ, ഒരു ഓപ്ഷൻ ബയർ ആദ്യം നിങ്ങൾ ചെയ്തേണ്ടത്, കൂടുതൽ അതിനകത്ത് വരുന്നത് ബിഗിനേഴ്സാണ്, ഇല്ലേ? അല്ലെങ്കിൽ 6 മാസം, 1 വർഷം അല്ലെങ്കിൽ 2 വർഷം മാത്രം പരിചയമുള്ള ആൾക്കാരാണ്, അല്ലേ? അത് തുലവും ചെറുക്കം ഉള്ള ആൾക്കാർ 3, 4, 5 വർഷം 5, 10 വർഷമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരെ ഞാനത് കൂട്ടുന്നില്ല. ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ കൊറോണയ്ക്ക് ശേഷം ഞാൻ കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റ് വന്നു, കൊറോണ സമയത്ത് മാർക്കറ്റ് വന്നു. അപ്പം ആ കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റിൽ വന്ന അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു ദിവസം നിങ്ങളൊരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് എടുത്ത് എഴുതി വെച്ചു. ഇത് പോസ് ചെയ്തിട്ട് ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ഒരു ഓപ്ഷൻ ബയർ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ദിവസം എത്ര ട്രേഡ് ചെയ്യും എന്ന് ആദ്യം തീരുമാനിക്കണം. ഒരു ദിവസം ഞാൻ എത്ര ട്രേഡ് ചെയ്യും? 1 ട്രേഡ്, 2 ട്രേഡ്, 3 ട്രേഡ്, 3-നപ്പുറം പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തണം. ആദ്യം ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ദിവസം എത്ര ട്രേഡ് ചെയ്യും? എൻ്റെ അഭിപ്രായത്തിൽ മാക്സിമം ഒരു ബിഗിനർ, അല്ലെങ്കിൽ 1 വർഷം മുതൽ 2 വർഷം, 1 വർഷം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഓക്കെ, ഞാൻ പറയുന്നു, ഒരു ദിവസം നിങ്ങൾ 2 ട്രേഡിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾക്ക് 3ാമതൊരു ട്രേഡും കൂടെ ചെയ്യാം. പക്ഷെങ്കിൽ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് 2 ട്രേഡിൽ നിങ്ങളുടെ ട്രേഡ് ഒതുക്കുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങളത് തീരുമാനിക്കണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഞാൻ എത്ര ട്രേഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, എൻ്റെ ടാർഗറ്റ് എത്രയാണ്. ഓക്കെ, എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, എൻ്റെ ടാർഗറ്റ് എത്രയാണ്, അത് നിങ്ങൾ തീരുമാനിക്കണം. അത് തീരുമാനിച്ചിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡിൻ്റെ എക്സിക്യൂഷൻ ബട്ടൺ ഞെക്കാവൂ. ഓക്കെ, ഇപ്പം ഞാനൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ SL 10 പോയിൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ SL 15 പോയിൻറ്റ്. ഓക്കെ, എൻ്റെ ടാർഗറ്റും 15 പോയിൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ തീരുമാനിച്ചിട്ടായിരിക്കും നമ്മളൊരു ട്രേഡ് കണ്ടുപിടിച്ച് നമ്മൾ എക്സിക്യൂഷനിൽ എത്തുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് 15 പോയിൻറ്റ് നിങ്ങളുടെ ടാർഗറ്റ് കിട്ടി, 15 പോയിൻറ്റ് ടാർഗറ്റ് കിട്ടി. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് 1 വർഷത്തിൽ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1, 2, 3 ലോട്ട് എടുക്കാം. ഓക്കെ, 1, 2, 3 ലോട്ട് നിങ്ങൾക്ക് എടുക്കാം. 1 വർഷത്തിൽ താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒറ്റ ലോട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒരേ ഒരു ലോട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. 1 വർഷത്തിൽ താഴെ മാത്രം ഓപ്ഷൻ ബൈങ്ങിൽ പരിചയമുള്ള ആൾക്കാർ 1 ലോട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി പിന്നെ ഞാൻ എന്താണ് വഴിയെ പറഞ്ഞുതരാം. 1 ലോട്ട് മാത്രം. ആ 1 ലോട്ടിനകത്തിൽ നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണ്, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. ഓക്കെ, 15 പോയിൻ്റാണ് നിങ്ങളുടെ ടാർഗറ്റെങ്കിൽ 15 പോയിൻ്റ് ആയിരിക്കും നിങ്ങളുടെ SL. ഓക്കെ, അങ്ങനെ തന്നെ വെച്ചു. 15, 1:1. ഓക്കെ, 15 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്, 15 പോയിൻറ്റ് ടാർഗറ്റ്. അല്ല, 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ 10 പോയിൻറ്റ് ടാർഗറ്റ്. 10 പോയിൻറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്കാനുള്ള സാധ്യത വളരെ 2 സൈഡിലോട്ടും പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ 15 പോയിൻറ്റ് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, വേറെ ഒന്നിൻ്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾക്കിത് വേറെ ഇൻഡെക്സിലൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷെങ്കിൽ ഞാൻ മിഡ് ക്യാപ്പാണ് പിന്നെ ആൾക്കാരെ പഠിപ്പിക്കുന്നതും അവർക്ക് ട്രേഡ് കൊടുക്കുന്നതും എല്ലാം ഞാൻ മിഡ് ക്യാപ്പിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കിത് മറ്റുള്ള ഇൻഡെക്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം നിങ്ങളുടെ യുക്തം പോലെ. അപ്പോൾ ഞാൻ പറയുന്നത് മിഡ് ക്യാപ്പിനകത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ
എന്നെ കേൾക്കുന്നവർ കൂടുതലും ചെയ്യുന്നത് 15 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, 15 പോയിൻ്റ് ടാർജറ്റ്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാർട്ടിനകത്ത് കാണുമല്ലോ സപ്പോർട്ട് ലെവലിൽ അടുത്ത് വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. അതായത് നിങ്ങൾക്ക് അപ്പോൾ സ്റ്റോപ്പ് ലോസ് വളരെ കുറഞ്ഞ് കിട്ടും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിന് അടുത്ത് വരുമ്പം അവിടുന്ന് തിരിച്ചൊരു റിവേഴ്സൽ കാണും എന്ന് കണക്കാക്കിയായിരിക്കും നമ്മൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ റിവേഴ്സൽ ആകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? ആ വരയ്ക്ക് തൊട്ട് മുകളിലായിരിക്കും ഇല്ലേ? 5 പോയിൻറ്റ് 10 പോയിൻറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് മേലോട്ട് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർജറ്റ് എത്തും. അപ്പം അത് അന്നേരം സിറ്റുവേഷൻ പോലാണ്. ഓക്കെ, ആ സിറ്റുവേഷൻ പോലാണ് 10 പോയിൻറ്റ് അല്ലെങ്കിൽ 15 പോയിൻറ്റ്. ഓക്കെ, നിങ്ങളുടെ ടാർജറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇത് രണ്ടിലേതിലും ഒന്ന് സംഭവിക്കും, ശരിയല്ലേ? ഈ രണ്ടിലേതെങ്കിലും ഒന്നുകിൽ ടാർജറ്റ് അടിക്കും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, ഇങ്ങനെ തന്നെ പോട്ടെ. ആദ്യം ടാർജറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ടാർജറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം പറഞ്ഞിരിക്കുന്ന ട്രേഡ് 2 എണ്ണമാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് ടാർജറ്റ് അടിച്ചെങ്കിൽ അന്ന് നിങ്ങൾ പുസ്തകം അടക്കണം. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയെങ്കിൽ, നിങ്ങളുടെ ടാർജറ്റ് അടിച്ചെങ്കിൽ നിങ്ങൾ പുസ്തകം മടക്കിയേക്കണം. അന്ന് പിന്നെ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്, കാരണം കാണുമ്പം കൈ തരിക്കുമല്ലോ, കൈ ഇങ്ങനെ പിരിപിരിക്കും. ഇല്ല, വെള്ളം അടിച്ചിട്ട് സ്ഥിരം അടിക്കുന്നവർക്ക് രാവിലെ അടിക്കുമ്പോൾ കൈ വറക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ 9-15 മാർക്കറ്റ് അങ്ങോട്ട് തുടങ്ങുമ്പം ഈ ട്രേഡ് എടുത്തില്ലെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വിറയ്ക്കും. ഇങ്ങനെ മൗസിൻ്റെ അവിടെ ഇങ്ങനെ അല്ലെ ബട്ടൺ ഇങ്ങനെ ക്ലിക്കാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുമായിരിക്കും. ഒരു കാര്യമില്ല. എന്നിട്ട് നിങ്ങൾ ഇത്ര നാൾ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? നിങ്ങൾ പറ. ഇത്ര നാൾ നിങ്ങൾ 9-15 9-16 നിങ്ങൾ ആഞ്ഞു പിടിച്ച് ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? നഷ്ടമല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ഗുണം ഉണ്ടായില്ല. നിങ്ങളുടെ കാശ് പോയതല്ലാതെ വേറെ യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെബി പറയുന്ന 93% ആൾക്കാരിനകത്ത് നിങ്ങൾക്ക് പെടേണ്ട, ബാക്കി 7-നകത്ത് എനിക്കും കയറണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് 1 മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വാ. 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങളെല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾ വിജയിച്ചില്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് തെറി വിളിച്ചു. അത്രയ്ക്ക് ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ പരിപാടി നിൽക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് കിൽ സ്വിച്ച് ഉണ്ടെങ്കിൽ ആ കിൽ സ്വിച്ച് ഓൺ ആക്കി ഇടുക. ഇല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ പുസ്തകം മടക്കി വെച്ചിട്ട് പോവുക. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത കാര്യം, ഇനി നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ അപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഓപ്ഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കാം. ഇന്ന് എൻ്റെ ടാർജറ്റ് എനിക്ക് ഇന്ന് SL അടിച്ചു, ഞാൻ നിർത്തി. ഒരു ട്രേഡേ ഞാൻ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ. അത് ലാഭമായാലും നഷ്ടമായാലും ഞാൻ ഒരു ദിവസം ഒരു ട്രേഡേ ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അവിടെ കൊണ്ട് സംഗതി തീർന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടാർജറ്റ് അടിച്ചു അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, നിങ്ങൾ പരിപാടി നിർത്തി. ഇല്ല, എനിക്കിനി ഒരു ട്രേഡ് ഞാൻ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, എനിക്ക് ഒന്നുകൂടെ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യുക. അത് കൃത്യമായിട്ട് രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ടിലോ ഒരു റെസിസ്റ്റൻസിലോ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ മാർക്കറ്റ് ഒരു സപ്പോർട്ടിലോ ഒരു റെസിസ്റ്റൻസിലോ വന്നതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. ആ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പം നിങ്ങൾ ഓപ്പൺ ഇൻട്രസ്റ്റോടൊക്കെ നോക്കുക, മാർക്കറ്റിൻ്റെ സിനാരിയോ നോക്കുക, വോളിയം നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതിൽ വിജയിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തുമായി? നിങ്ങളുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് അടിച്ചു, രണ്ടാമത്തെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 0 ഇല്ലേ? ലാഭമില്ല, നഷ്ടമില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇല്ല, രണ്ടാമത്തേതും സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾ സഹിച്ചേ വെക്കത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലായി? അപ്പം കഴിവതും നിങ്ങൾ ഒരു ട്രേഡിൽ നിർത്താൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. ഓക്കെ, നിങ്ങൾ ഒരു മാസം പരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരും. ഇത് 1 മാസം നിങ്ങളിത് കൃത്യമായിട്ട് പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭൂതപൂർവമായിട്ടുള്ളൊരു ആത്മവിശ്വാസം വരും. സംശയമൊന്നുമില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കി. 1 മാസം നിങ്ങൾ ഏതെല്ലാം ക്ലാസ്സുകളിൽ പോയി, എന്തെല്ലാം സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്തു, ഏതെല്ലാം കോഴ്സിൽ നിങ്ങൾ ചേർന്നു, എന്നിട്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായില്ലല്ലോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് നിങ്ങൾക്ക് 5 കാശിന് മുടക്കില്ലാതെ ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് 1 മാസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയിക്കുമോ നോക്ക്, ഇല്ലെങ്കിൽ വിട്ടേരെ. ഓക്കെ, അപ്പം
കഴിവതും നിങ്ങൾ ഒറ്റ ട്രേഡ്, അതിനകത്ത് നിങ്ങൾക്ക് 1, 2, 3 ലോട്ട് നിങ്ങളുടെ കയ്യിലെ കാശും നിങ്ങളുടെ സെറ്റപ്പും വെച്ചിട്ട് നിങ്ങൾ നോക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 2 ലോട്ട് എടുക്കുന്നെങ്കിൽ ഈ എല്ലാ ദിവസവും 2 ലോട്ട് തന്നെ എടുക്കണം. അല്ല 1 ലോട്ട് വെച്ച് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ആ 1 ലോട്ട് വെച്ച് എല്ലാ ദിവസവും ചെയ്യാവും. അല്ല ഒരു ദിവസം 2 ലോട്ട്, ഒരു ദിവസം 4 ലോട്ട്, ഒരു ദിവസം 5 ലോട്ട്, അങ്ങനെ പാടില്ല. ഓക്കെ, സ്ഥിരം കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾ തീരുമാനിച്ചേക്കുന്ന ഒറ്റ ട്രേഡ് എടുക്കാൻ വിചാരിക്കുന്നതിൽ 1 ലോട്ടായെങ്കിൽ നിങ്ങൾ എന്നും 1 ലോട്ട് എടുക്കാവും. ഓക്കെ, അല്ല ഞാൻ 2 ലോട്ടാണ് ചെയ്യുന്നെങ്കിൽ എന്നും 2 ലോട്ടേ ചെയ്യാവും. 3 ലോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും 3 ലോട്ട് ചെയ്യണം. ഇത് നിങ്ങൾ പിന്തുടരണം. ഓക്കെ, കൺസിസ്റ്റൻസി വേണം. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ കഴിവതും നിങ്ങൾ ഒറ്റ ട്രേഡിൽ പരിപാടി നിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ്, ഒന്നുകിൽ ടാർഗറ്റ്, ഇത് രണ്ടും കഴിഞ്ഞ് മാർക്കറ്റ് ലാഭമെങ്കിൽ ലാഭം, നഷ്ടമെങ്കിൽ നഷ്ടം നിങ്ങൾ വെച്ചിട്ട് പരിപാടി നിർത്തി പോവുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവ പരിചയം വെച്ചിട്ട് 10ൽ 6 ട്രേഡ് അല്ല 7 ട്രേഡ് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റും. 10ൽ 6 അല്ലെങ്കിൽ 7 ട്രേഡ് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റും. ഞാൻ പറ്റിച്ച് കാണിച്ചതാണ്, അതുകൊണ്ടായി പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ഇത് പരീക്ഷിച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുക, പച്ചയായിരിക്കും. 100% പച്ചയായിരിക്കും. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിക്കോ. ഓക്കെ, അപ്പം ഇനി അടുത്ത കാര്യം, ഇനി ഇത് കഴിഞ്ഞെന്താ സംഭവിക്കുമെന്ന് പറയാം. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ട്രേഡ് എടുത്ത് ഞാൻ ഒരു പരിപാടി നിർത്തി, എന്നിട്ട് നിങ്ങൾ പുസ്തകം അടച്ചെന്ന് വിചാരിച്ചു. ഇതിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പുകളെല്ലാം കയറി ഇറങ്ങി നടക്കും. അവിടെ എന്ത് നടക്കുന്നു. കാരണം മിക്കവാറും ഈ ഓപ്ഷൻ ബയേഴ്സ് അല്ലെങ്കിൽ മിനിമം ഒരു 5 ഗ്രൂപ്പിലെങ്കിലും കാണും. അപ്പോൾ ഈ ഗ്രൂപ്പെല്ലാം കയറി ഇറങ്ങി ഈ ആട് വഴിയെ കൂടെ നടന്നു പോകുന്നുണ്ട്. ഈ അവിടെ കാണുന്ന പച്ചില കടിച്ചു, ഇവിടെ കാണുന്ന പച്ചില കടിച്ചു, ആ വേലിയിൽ കാണുന്ന പടപ്പ് കടിച്ചു, ഇങ്ങനെ കടിച്ചാണ് ഈ ആട് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ കണക്ക്. നമ്മൾ ഈ ഓപ്ഷൻ ബെയറുടെ കുഴപ്പമില്ല, നമ്മൾ രാവിലെ ഒരു ട്രേഡ് എടുത്തു, അവസാനിപ്പിക്കും. കിൽ സ്വിച്ച് ഒന്നും ആക്ടിവേറ്റ് ആക്കിയില്ല, നമ്മളിന്നൊരു ട്രേഡ് എടുത്തു, രാവിലെ വിജയിച്ചു. ഓക്കെ, ഒരു 9:30 അല്ലെങ്കിൽ 9:30 അല്ലെങ്കിൽ 10 മണിയായപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. എല്ലാം കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ അവിടെ ആ ഗ്രൂപ്പിലൊന്ന് കയറി നോക്കാം, അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ എന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കും. കുറച്ച് നേരം അവിടെ പോയി നോക്കി നിൽക്കുമ്പം അവിടെ ഒരു കോൾ വരും, ഇത് കൊള്ളാം, ഈ ട്രേഡ് എടുത്താൽ കൊള്ളാം എന്ന് തോന്നും. നമ്മളെടുക്കും. രാവിലെ കിട്ടിയതും അതിൻ്റെ കൂടെ ഒരു 10 പോയിൻ്റ് കൂടെ കയ്യിൽ നിന്ന് അങ്ങോട്ടിട്ട് കൊടുത്തിട്ട് പോരേണ്ടി വരും. മനസ്സിലായി? ഇത് ഒരു ഓപ്ഷൻ ബയറിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ട്രേഡ് എടുത്ത് വിജയിച്ചാലും തോറ്റാലും അതിനുശേഷം കിൽ സ്വിച്ച് ഓൺ ആക്കണം എന്ന് പറഞ്ഞത്. എല്ലാ ബ്രോക്കറിനും കിൽ സ്വിച്ച് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പോഴുള്ള എല്ലാ ആപ്ലിക്കേഷനിലും കിൽ സ്വിച്ച് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ട്രേഡ് എടുത്ത ശേഷം കിൽ സ്വിച്ച് ഓണാക്കി വെക്കുക. പിന്നെ പിറ്റേ ദിവസം മാത്രമേ നിങ്ങൾക്ക് അത് ഓണാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് പരിശീലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ട്രേഡ് നമ്മൾ തീരുമാനിക്കണം. ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, നമ്മുടെ ടാർഗറ്റ് എത്രയാണെന്ന് നമ്മൾ തീരുമാനിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ട്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിൽ സ്വിച്ച് ഓണാക്കി നമ്മൾ ട്രേഡ് എന്ന് അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുക. ഓക്കെ, പിന്നെ ഈ 3 കാര്യത്തിനകത്തിലും നിങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡിൻ്റെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, ആ അവസരം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ഒരു വ്യഗ്രത നമുക്ക് എപ്പോഴും കാണണം. ചുമ്മാതെ രാവിലെ 15 നോക്കുമ്പം 9:15 തുറക്കുമ്പം രാവിലെ മാർക്കറ്റ് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ സി അല്ലെങ്കിൽ ചുവപ്പ് കാണുവാണെന്ന് ആദ്യത്തെ ഒരു കാണ്ടിൽ റെഡ് കാണുവാണെന്നുണ്ടെങ്കിൽ ഉടനെ പി, ഈ പരിപാടി പാടില്ല. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം മാർക്കറ്റ് ഒരു മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഒരു സാധാരണ ട്രേഡർ, ഒരു പ്രൊഫഷണൽ ട്രേഡർ ട്രേഡ് എടുക്കുന്ന എപ്പോഴാണെന്നറിയാമോ? 45 മിനിറ്റിന് ശേഷമാണ് ഒരു ട്രേഡിനെ പറ്റി ആലോചിക്കുന്നത് പോലും. ഒരു പ്രൊഫഷണൽ ട്രേഡർ, നമുക്ക് അത്രയൊന്നും സമാധാനം ഇല്ലെങ്കിൽ നമ്മളൊരു 15 മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ക്യാൻഡിലുകൾ എങ്ങോട്ടാണ് പോകുന്നത്, അതെവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്, ആ ക്ലോസിങ്ങിൻ്റെ ഡെപ്ത് എങ്ങനെയാണ്, അതിന് വോളിയം ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും സപ്പോർട്ട് എടുക്കുന്നുണ്ടോ, ആ സപ്പോർട്ട് തട്ടി തിരിച്ച് കയറി പോകുന്നുണ്ടോ, അല്ലെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടോ, ആ റെസിസ്റ്റൻസിൽ നിന്ന് തട്ടി തിരിച്ച് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു ട്രേഡ് എടുക്കാവൂ. അതിൻ്റെ കൂടെ തന്നെ OIയും കൂടെ നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്പം OI ഒന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ OIയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് അവസാനം ഞാനത് പിൻ ചെയ്തേക്കാം. പിന്നെ ഞാൻ
ഒരു പ്രൈസ് ആക്ഷൻ സീരീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാതിരിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുക. ഇപ്പം ആ വീക്കെൻഡ് അവധിയല്ലേ, ചുമ്മാതിരിക്കുമ്പോൾ അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് സപ്പോർട്ട് വരയ്ക്കുന്നത്, എങ്ങനെയാണ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതെന്നൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റാക്കി ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ എന്നുള്ള പേരിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സമയം കിട്ടുമ്പോൾ കാണുക. പിന്നെ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മിനിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇതിനു വേണ്ടി ചിലവഴിക്കണം. വൈകുന്നേരം യൂട്യൂബിലാണേലും പ്രീ മാർക്കറ്റ് ആണെങ്കിലും പോസ്റ്റ് മാർക്കറ്റുകളാണേലും അന്ന് ഇന്നത്തെ ചാർട്ടിൽ എന്തൊക്കെ സംഭവിച്ചു, മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു, ഇതൊക്കെ വിശകലനം ചെയ്യാനും ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ അറിയാനും ഒക്കെ നിങ്ങൾ ഒരു ദിവസം വൈകുന്നേരം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ മാർക്കറ്റിന് വേണ്ടി നിങ്ങൾ യൂട്യൂബിലെ നെറ്റിലെ ചിലവാക്കി അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം എവിടെയൊക്കെ സപ്പോർട്ട് എടുത്തു, പ്രീവിയസ്ലി ഈ സപ്പോർട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ, റെസൺസ് എവിടെ പോയി, അല്ലെങ്കിൽ എന്താണ് അവിടെ എന്ത് പ്രത്യേകതയാണുള്ളത്, എന്തുകൊണ്ടാണ് മാർക്കറ്റിന് തിരിച്ചു വന്നത്, ഇതൊക്കെ നോക്കി നിങ്ങൾ സ്വയമേ മാർക്ക് ചെയ്യുകയും നിങ്ങളുടെ ചാർട്ടിനകത്ത് വരച്ചിടുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളിങ്ങനെ ചെയ്തു വരുമ്പോൾ പിന്നെ തന്നെത്താനെ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസും ഒരു ഹാബിറ്റും ഒക്കെ ആയിട്ട് മാറും. അങ്ങനെ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഓപ്ഷൻ ബൈയിങ് നിങ്ങൾ മാറും. ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും വിജയിക്കാൻ പറ്റും. അപ്പം ഒത്തിരി പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളിത് ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾ 1 മാസം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം എടുക്കുന്ന ട്രേഡ് ഒരു ബുക്കിനകത്തിൽ എഴുതി വെക്കുക. ഞാൻ ഇന്ന് എടുത്തത് ഇത്ര, ഈ സ്ട്രൈക്കാണ് ഞാൻ എടുത്തത്, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത്രയാണ്, ടാർഗറ്റ് ഇത്രയാണ്, എനിക്ക് ഇന്ന് ഇത്ര ടാർഗറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇന്ന് ഇത്ര സ്റ്റോപ്പ് ലോസ് എൻ്റെ ഇത് അടിച്ചു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കാൻ ശ്രമിക്കുക. കഴിവതും നിങ്ങൾ എപ്പോഴും ഒരു ട്രേഡ് എടുക്കുമ്പം ഒരു സപ്പോർട്ടിൽ നിന്നോ റെസിസ്റ്റൻസിൽ നിന്നോ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് കുറച്ച് വെക്കാൻ പറ്റും. ഈ 15 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ 10 പോയിൻറ്റ് 5 പോയിൻറ്റ് 7 പോയിൻറ്റ് ആകും. കാരണം ആ ലൈൻ അടുത്താണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, ഇല്ലേ? അപ്പോൾ ആ ലൈൻ ക്രോസ് ചെയ്ത് നമ്മൾ പി ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ലൈൻ ക്രോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ട്രേഡ് വിടും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 7 പോയിൻറ്റ് 8 പോയിൻറ്റ് ഒക്കെ SL വരത്തുള്ളൂ. മനസ്സിലായോ? ഇല്ലാതെ എങ്ങും ഇല്ലാതെ നടുക്കടലിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴാണ് ഈ SL അങ്ങ് നീണ്ടു പോകുന്നത്. മനസ്സിലായി? അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ടിൽ നിന്നോ റെസിസ്റ്റൻസിൽ നിന്നോ മാത്രമേ ഒരു ട്രേഡ് എടുക്കാൻ ശ്രമിക്കാവൂ. അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശിക്കുന്നു. താങ്ക് യു ഓൾ.